ഈ 6 പേരാണ്, കുടുംബത്തിലെ 6 പേരാണ് ഈ ഹോട്ടലിലേക്ക് പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതിൽ ഷാജിയും ഷാജിയുടെ ഭാര്യയുടെ അമ്മയുമാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ണൻ എന്ന വ്യക്തിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ 11 മണിക്ക് പോയി, ഇവിടെ നിന്ന് 9 മണിക്ക് നിലമേലിருந்து പോയതാ. ഇവിടെ 11-11 എത്തിയപ്പോൾ പുട്ട് കളിച്ച് തോരൻ മേടിച്ച്, മീൻ മുട്ട മേടിച്ച്, അപ്പം മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞ് നാക്ക് കിടന്ന് തളർന്ന്, പിന്നെ വെള്ളം ചോദിച്ച്, വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത്, പിന്നെ അവിടെ നിന്ന് മട്ട പുള്ളിക്കാരൻ സർത്തിച്ച്, അതായത് ഷാജിങ് ആള് സർത്തിച്ച്, അങ്ങനെ ആട്ടിയങ്ങാലിൽ 5-6 പയ്യന്മാരുണ്ട്. അത് നമ്മൾ എന്തൊരു പ്രശ്നം കാണി അവർ വന്ന് അങ്ങനെ നിലമേൽ വണ്ടി നമ്മൾ ആക്കിയതാണ്. രാഹുൽ ജി നാഥ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വിഴിഞ്ഞത്ത് കുറേ അധികം ആളുകൾ ഇപ്പം ഹോട്ടലുകൾ, തട്ടുകടയാണെങ്കിലും ചെറിയ ചെറിയ ഹോട്ടലുകൾ പോലെ വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഇടങ്ങളിൽ ആരോഗ്യ സുരക്ഷാ വിഭാഗം, ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇവരൊന്നും ഒരു തരത്തിലുള്ള പരിശോധനകളും നടത്താറില്ലേ? ഉന്നയിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം ഭാഗത്ത് ഈ മത്സ്യവിഭവങ്ങൾ ലഭിക്കുന്ന കടകൾ സുലഭമാണ്. അത് എല്ലാ ഇടങ്ങളിലും അത്തരം കടകളുണ്ട്. അവിടെ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കാറുമുണ്ട്. അപ്പോൾ ഈ പരിശോധന കാര്യക്ഷമമായില്ലേ എന്ന ചോദ്യം തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും ഗൗരവപരമായ ചോദ്യം, ഇത്തരത്തിൽ അതൊരു ഭക്ഷ്യവിഷബാധയാണെങ്കിൽ ആ കടയിൽ നിന്ന് കഴിച്ച മറ്റാർക്കെങ്കിലും ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അവർ ഈ പറയുന്നത് പോലെ ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകാത്തതാണോ കൂടി തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചവരെ കൂടി പരിശോധിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ 6 പേർ പോയി കഴിക്കുമ്പോൾ കണ്ണന്റെ നമ്മോട് സംസാരിക്കുമ്പോൾ കണ്ണന്റെ ആ ബൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇവർ 3 പേരും ഒരു വിഭവം കഴിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരെല്ലാവരും ഒരേ മത്സ്യവിഭവങ്ങളാണ് കഴിച്ചത്. ഓർഡർ ചെയ്ത ശേഷം എല്ലാവരും അത് പങ്കിട്ട് കഴിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇനി പ്രത്യേകിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഈ ഫുഡ് അലർജി പോലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അത്തരം പരിശോധനകൾ ആശുപത്രിയിൽ നിന്നുണ്ടാകേണ്ടതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ഇപ്പോൾ എന്തായാലും ഫുഡ് സേഫ്റ്റി വകുപ്പ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട ഫുഡ് സാമ്പിളുകൾ ശേഖരിച്ചുള്ള പരിശോധനയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാകും എന്തായാലും ഇവർ കഴിച്ച ഏതെങ്കിലും വിഭവം ഇത്തരത്തിൽ അലർജി ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ആ ആഹാരം തന്നെ പ്രശ്നമായിരുന്നു എന്നുള്ള ചോദ്യം വരുന്നത്. എന്തായാലും മറ്റു കേസുകൾ അല്ലെങ്കിൽ മറ്റു ആളുകൾ കൂടി ഇത്തരത്തിൽ പരാതിയുമായി വരുമ്പോഴാണ് ഈ വിഷയത്തിൽ ഗൗരവം ഉണ്ടാകുക. ആര് ചോദിച്ചത് പൊതുവായ ഒരു ചോദ്യമാണ്, അത് ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ്. കാരണം ഇത്തരം ഹോട്ടലുകൾ കൂണുപോലെ പലയിടങ്ങളിലും പൊന്തി വരുമ്പോൾ അവയ്ക്കെല്ലാം ഒരു പരിശോധന നടത്താൻ, കാര്യക്ഷമമായ പരിശോധന നടത്താൻ കഴിയുന്നില്ലേ എന്നുള്ള ചോദ്യവും കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി വകുപ്പുമാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. കാരണം ആഹാരത്തിൽ നിന്നുണ്ടായതാണോ അതോ ഇവർക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പൊറോട്ട, അപ്പം, കൊഞ്ച്, കണവ, മീൻമുട്ട, ഇത്രയും ഭക്ഷണങ്ങളാണ് അവിടെ നിന്ന് കഴിച്ചത്. 6 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഒരാൾ ICUവിലാണ്. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ആൾക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല.